സൂര്യവംശ രാജാവ് വംശാനുചരിതമാണ്. പിന്നീട് സൂര്യവംശത്തിലെയും സോമവംശത്തിലെയും ചില രാജാക്കന്മാരുടെ പറ്റിയുള്ളതായ ചർച്ചയാണ്. അങ്ങനെയാണ് സൂര്യവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു നേമി. അങ്ങനെയുള്ള നേമി ഒരു യാഗം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. വളരെ വിശദമായിട്ട് 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അതിനായിക്കൊണ്ട് കുലഗുരുവായ വസിഷ്ഠനെ സമീപിച്ചു. വസിഷ്ഠൻ ആ സമയത്ത് വേറെ ഒരു യാഗമേറ്റിരുന്നു, ഇന്ദ്രൻ്റേതായ യാഗം. അതുകൊണ്ട് വസിഷ്ഠൻ പറഞ്ഞു, ഇന്ദ്രൻ്റെ യാഗം കഴിഞ്ഞാവാം നേമിയുടെ യാഗം എന്ന്. പക്ഷേ നേമിക്ക് യാഗത്തിനുള്ളതായ ഒരുക്കങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു. ശുഭസ്യ ശീഘ്രം എന്നൊക്കെയാണല്ലോ. വേഗത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും തോറും എന്തുണ്ടാവും, അത് മാറ്റിവെക്കൽ തന്നെയാവും. അതുകൊണ്ട് നേമി ഗൗതമ മഹർഷിയെ ചെന്ന് കണ്ടു. ഗൗതമനെ ആചാര്യനാക്കി വെച്ച് നേമി ഈ പറഞ്ഞതായ യാഗം ആരംഭിച്ചു. യാഗം അങ്ങനെ പുരോഗമിക്കണം. അപ്പോഴാണ് ഇന്ദ്രൻ്റെ യാഗമൊക്കെ സമർപ്പിച്ച് വസിഷ്ഠൻ വളരെ വേഗം ഓടിയെത്തി. വസിഷ്ഠൻ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താ? നേമി യാഗം തുടങ്ങിയിരിക്കണം. ഇന്ന് മാത്രമല്ല, വസിഷ്ഠൻ ഇരിക്കേണ്ടതായ ആ ആചാര്യസ്ഥാനത്ത് വേറെ ഒരാളിരിക്കണം. അത് വസിഷ്ഠന് തീരെ എന്തായില്ല, സമ്മതമായി. വസിഷ്ഠൻ്റെ കാര്യമല്ല, നമ്മുടെ കാര്യം പോലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് വന്ന ഒരു കസേരയിൽ തന്നെ ഇരിക്കുന്നു. ആ കസേരയിലെങ്ങാനും നാളെ വരുമ്പോൾ വേറെ വല്ലതും ഇരിക്കണ കണ്ടാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമസ്കരിക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ, ഞാനിരുന്ന കസേരയിൽ ഇരിക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് നമസ്കരിക്കുന്ന പറഞ്ഞത്. അങ്ങനെ കേട്ടപ്പോൾ അതെന്താ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പറഞ്ഞ വസ്തുത. അതുകൊണ്ട് വസിഷ്ഠൻ്റെ കാര്യമല്ല പറഞ്ഞത്. വസിഷ്ഠൻ അങ്ങനെ തോന്നി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള തോന്നലുകളുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. വസിഷ്ഠൻ ഉടനെ തന്നെ നേമിയെ കാണാനായിട്ട് ചെന്നു. നേമി ആ സമയത്ത് ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ വസിഷ്ഠൻ പറഞ്ഞത് വന്ന സമയം നേമി അറിഞ്ഞില്ല. അതും കൂടി ആയപ്പോൾ വസിഷ്ഠന് എന്തെന്നില്ലാത്തതായ എന്ത് വർദ്ധിച്ചു? കോപം വർദ്ധിച്ചു. കാരണം തന്നെ ആചാര്യനാക്കി വെച്ച് യാഗം ചെയ്യേണ്ടതിന് പകരം തന്നെ ആചാര്യനാക്കാതെ വേറൊരു വ്യക്തി ആചാര്യനാക്കി. അതിന് പോട്ടെ, താനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ട് വസിഷ്ഠൻ ഉടനെ തന്നെ ഇത്രയും ജഡനായ ഈ നേമിയുടെ ശരീരം വീണുപോട്ടെ എന്ന് വസിഷ്ഠൻ ശപിച്ചു എന്നാണ്. ഈ വസിഷ്ഠൻ്റെ ശാപമൊക്കെ കേട്ട് നേമി ഞെട്ടി ഉണർന്നു. നേമി നോക്കിയപ്പോഴാണ് ഒപ്പമുള്ളതായ ഋത്വിക്കുകൾ പറഞ്ഞത്, അങ്ങയുടെ ശരീരം വീണു പോവാനാണ് ഇപ്പം ശാപം. അതുകൊണ്ട് യാഗം ഇപ്പം ഇവിടെ വെച്ച് നിർത്തേണ്ടി വരുമോ എന്നൊക്കെ. അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് നേമിക്ക് ഈ വസിഷ്ഠനോട് എന്തെന്നില്ലാത്തതായ കോപം തോന്നി. കാരണം ഒരു യാഗം ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭാരങ്ങളും വസ്തുക്കളും ഒക്കെ തയ്യാറാക്കി വെച്ച് അപ്പോഴാണ് ഇപ്പോൾ വേണ്ട പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ്റെ യാഗത്തിന് പോയി. ഇന്ദ്രൻ്റെ യാഗത്തിന് പോകാൻ കാരണം കൂടുതൽ ദക്ഷിണ കിട്ടും, ധനം കിട്ടുമെന്ന് പറഞ്ഞാവും. തൻ്റെ യാഗത്തിന് വന്നില്ല. എന്നാൽ ഇവിടെ ഒരു യാഗം ഭംഗിയായിട്ട് കഷ്ടപ്പെട്ട് നടത്തുമ്പോൾ ഈ ഗുരു വന്നാൽ എന്താ വേണ്ടത്? ആ യാഗത്തിൽ പങ്കുകൊള്ള, അതിനെ അനുഗ്രഹിക്കുക വേണ്ടത്. അതിന് പകരം എന്താ ചെയ്തത്? ശപിക്കുക ചെയ്തത്. അതുകൊണ്ട് നേമിയിലും എന്തെന്നില്ലാത്തതായ കോപമുണ്ടായി. നേമിയും ശപിച്ചു. എൻ്റെ ശരീരം വീണു പോവുക ആണല്ലോ ശപിച്ചത്, അത് തന്നെ അങ്ങയ്ക്ക് ഭരിക്കട്ടെ, സെയിം ടു യു എന്ന് നമ്മൾ പറയുമല്ലോ. അതാണ്, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും. ചില ആളുകൾ അങ്ങനെയൊക്കെ ആശംസകളായിരിക്കും. ആയുരാരോഗ്യത്തോടുകൂടി ഏത് കാലത്തും ജീവിക്കട്ടെ, ദീപാവലി ആശംസകൾ. അപ്പോൾ ഇയാളും സെയിം ടു യു. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെയാണ് ശാപം. വസിഷ്ഠന് ഉടനെ ശാപമേറ്റു. വസിഷ്ഠൻ്റെ ശരീരം വീണുപോയി. നേമിയുടെ ശാപം നേമിക്ക് ഏറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഋത്വിക്കുകൾ ഉടനെ തന്നെ ഈ നേമിയുടെ ശരീരം വീണുപോയാൽ യാഗം നിർത്തേണ്ടി വരും. അതോടുകൂടി ഋത്വിക്കുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു യാഗം യജ്ഞം തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കണം. അതുകൊണ്ട് ഋത്വിക്കുകളെ മന്ത്രം ചൊല്ലി ഈ നേമിയുടെ ശരീരത്തെ തടഞ്ഞു നിർത്തി. അത് വീണു പോകുന്നതിൽ നിന്ന് തൽക്കാലം നേമി മരിക്കുന്നതിൽ നിന്ന് നേമിയെ
മന്ത്രശക്തി ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി. അവർ നിമിയോട് പറഞ്ഞു, അങ്ങയുടെ ശരീരമൊന്നും അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല, വീണു പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു പ്രധാനമായി യാഗം അവസാനിപ്പിക്കാനായിട്ട് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് അങ്ങ് മരിക്കില്ല. അത് നിമിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ നിമി യാഗം പുരോഗമിക്കുന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഈ ഋത്വിക്കുകൾ പറഞ്ഞു, യാഗം അവസാനിക്കുന്ന സമയത്ത് ദേവതകളൊക്കെ പ്രസാദിച്ച് അനുഗ്രഹിക്കാനായിട്ട് വരും. അപ്പോൾ ദേവത അനുഗ്രഹിക്കുന്ന സമയത്ത് അങ്ങ് എന്ത് ചെയ്താൽ മതി, ഈ ശരീരം നിലനിൽക്കണം എന്ന് വരം ചോദിച്ചാൽ മതി. അങ്ങേക്ക് അങ്ങനെ എന്നെന്നും ശരീരം നിലനിൽക്കാനുള്ളതായ ഒരു രീതി വന്നു കിട്ടും എന്നൊക്കെ നിമിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ ദേവതകളൊക്കെ പ്രസാദിച്ച് യാഗാവസാനത്ത് വന്നിട്ട് നേമിയോട് ചോദിച്ചു, ആ വരം അങ്ങക്ക് എന്താ വേണ്ടത്, എന്താണ് ആഗ്രഹം? അപ്പോൾ ഋത്വിക്കുകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്ത് ഈ നേമി വരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നീവി ചോദിച്ച വരം വേറെ ഒന്നായിരുന്നു. നീവി കരുതി ഇങ്ങനെ വീണു പോകുന്നതാണ് ഈ ശരീരമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും എപ്പോഴായാലും വീണു പോകും. അതുകൊണ്ട് ഇന്ന് ഇപ്പം തന്നെ പോയിക്കോട്ടെ, നിലനിൽപ്പല്ലേ കാര്യം. അതുകൊണ്ട് നീവി പറഞ്ഞു, ഈ ദേവതമാരെ, എൻ്റെ ശരീരം ഇപ്പോൾ വീണു പോകും, അതൊന്നും നിങ്ങൾ തടുത്തു നിർത്തണ്ട. പക്ഷേ എനിക്ക് ഈ ശരീരം നഷ്ടപ്പെട്ടാലും ഇവിടെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ജീവിക്കാനാണ് താല്പര്യം. എന്തിനാണ് ഈ ശരീരം എന്ന് ചോദിച്ചാൽ, ഈ ശരീരം ഒരു ഭാഗത്തും മിണ്ടാതെ വെച്ചുകൊണ്ട് ഇരിക്കാനല്ല. ഈ ശരീരമുള്ള ആളുകൾക്കൊക്കെ എന്തിനു താല്പര്യമുണ്ട്, ഈ ലോകത്തിലെ പലതും കാണണം, കേൾക്കണം, അനുഭവിക്കണം. ഈ ലോകത്തിനെ അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ശരീരം. അപ്പോൾ അതിനായിക്കൊണ്ടൊരു മാർഗം എനിക്ക് എന്നും നിലനിൽക്കാനായിക്കൊണ്ട് ജീവികളുടെ കൺപീലിയിൽ സ്ഥാനം തന്നാൽ മതി എന്നതാണ്. അങ്ങനെ തഥാസ്തു, ഈ ദേവതകൾ അങ്ങനെ അനുഗ്രഹിച്ചു. അങ്ങനെ അന്ന് മുതൽ നിമീല്യ ആയി. നിമീല്യ എന്ന് പറഞ്ഞാൽ ഇതിമീല്യ എന്നല്ല, നിമീലം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക, ഉന്മീലം എന്ന് പറഞ്ഞാൽ തുറക്കുക. ഈ നിമീലിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. നിമീല ഉന്മീലങ്ങൾ എന്ന് പറയും, എന്ന് വെച്ചാൽ കണ്ണടച്ച് തുറക്കുക. അങ്ങനെ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് ഈ കൺപീലികളിൽ ആര് സാന്നിധ്യമുണ്ട്? നിമി എപ്പോഴും വന്നിരിക്കണമെന്നാണ്. നിമി ഈ കൺപീലിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൺപീലി അടയ്ക്കാനും കൺപീലി തുറക്കാനും ഒക്കെ സാധിക്കുന്നത്. അത് എത്രയും നമ്മുടെ നിയന്ത്രണത്തിലല്ല. കാരണം എന്തുകൊണ്ടാണ്? നിമിയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണടയ്ക്കാതെ ഇരിക്കൂ കേട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തുണ്ട്, അപ്പോൾ കണ്ണടയ്ക്കും. എന്നാൽ കണ്ണ് തുറന്നിരിക്കൂ എന്ന് പറഞ്ഞാലോ എത്ര നേരം പറ്റും? ഇപ്പം തന്നെ വലിയ വിഷമിച്ചിട്ടാണ് തുറന്നിരിക്കുന്നത്. അപ്പോഴാണ് അത് പല പ്രാവശ്യം അടഞ്ഞും തുറന്നു കൊണ്ടിരിക്കും എന്നാണ്. നിയന്ത്രണത്തിലല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടേതായ നമ്മുടെ തലച്ചോറിലെ ആലോചനകൾ മാറുന്നതിനനുസരിച്ചിട്ട് ഈ കണ്ണടച്ച് തുറക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിലെ വേവ്സ്, നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനും ഈ പറഞ്ഞ കൺപീലി അടയുന്നതും തുറക്കുന്നതും തമ്മിൽ വലിയ ബന്ധമുണ്ടത്രേ. അപ്പോൾ മനസ്സിന് സ്ഥിരതയുള്ള ഒരാളുടെ കണ്ണ് ഇതുണ്ടാവില്ല, കൺപീലി അയാളുടെ അനുവാദം കൂടാതെ അടയില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിന് എത്ര സ്ഥിരതയുണ്ട് എവിടെ നോക്കിയാൽ അറിയാം. കണ്ണിലേക്കൊന്ന് തുറിച്ചു നോക്കാം, അപ്പം അടയ്ക്കും. അപ്പോൾ മനസ്സിലാവും എന്ത് കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് കണ്ണടച്ച് തുറക്കുക എന്നുള്ളതായ ഈ ഒരു പ്രവൃത്തി നിമി ഏറ്റെടുത്തു എന്നാണ്. അങ്ങനെ നിമിയുടെ ഈ വീണുപോയ ശരീരത്തിൽ നിന്നാണ് പിന്നീട് വംശമുണ്ടായത്. നിമിയുടേതായ വംശം ആയി വന്ന ജനകന്മാരൊക്കെ ശരീരം ഇല്ലാതെ ഉള്ളതായ ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായ ആളുകളായി കൊണ്ട് അറിയപ്പെട്ടു. ജനകവംശം അങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞു നിമിയുടെ. അപ്പോഴാണ് ഒരു ചോദ്യം ബാക്കി ഉണ്ടാവുക, വസിഷ്ഠൻ എന്ത് പറ്റി എന്ന്. വസിഷ്ഠനാണ് എന്നുണ്ടെങ്കിൽ ഈ ശരീരം നഷ്ടപ്പെട്ടതോടുകൂടി വസിഷ്ഠൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞു, ഇതാ എൻ്റെ ശരീരം പോയി, കാണാനില്ല. നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, വസിഷ്ഠ അങ്ങേക്ക് എന്തായാലും ഒരു ശരീരം ആവശ്യമാണ്. കാരണം സൂര്യവംശത്തിൻ്റെയൊക്കെ ഈ ഗുരുനാഥനാണ്. സൂര്യവംശത്തിലെ രാജാക്കന്മാരെന്തെങ്കിലും കാര്യത്തിനൊക്കെ ഗുരുനാഥനെ അന്വേഷിച്ച് വരുമ്പോൾ അങ്ങേ ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങേക്കൊരു ശരീരം കിട്ടും. പക്ഷേ താൽക്കാലികമായിട്ട് എന്തു വേണം? അങ്ങ് മിത്രാവരുണിമാരുടേതായ ശരീരത്തിൽ ചെന്നിരിക്കൂ. മിത്രനും വരുണനും എന്ന് പറഞ്ഞാൽ രാവും പകലും, രാവിൻ്റെയും പകലിൻ്റെയും ദേവതമാരാണ് മിത്രാവരുണിമാർ.
മിത്രാവരുണിമാരുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അവർ അവർ കഴിക്കുമ്പോൾ കഴിക്കുക, ഇങ്ങനെയൊക്കെയായി. അങ്ങനെയാണ് അത്ര മിത്രാവരുണിമാരുടെ ശരീരത്തിൽ ആര് കയറിക്കൂടി? ഈ വസിഷ്ഠൻ കയറിക്കൂടിയത്. അങ്ങനെയാണ് ആ പേര് വന്നത്. ഈ മിത്രാവരുണിയാണ് ഇത്തിക്കണ്ണിയായി. അങ്ങനെ ഒരു ഇതിനെപ്പറ്റി കേട്ട് കാണും. ഇത്തിക്കണ്ണി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ട. അതായത് ഈ മരങ്ങളിലൊക്കെ പാരാസൈറ്റ്സോ എന്താ പറയുക, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അറിയില്ല. ഈ പാരാസൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ശരീരം ഉപയോഗിച്ച് അവനവൻ്റേതല്ലാത്തൊരു ശരീരം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ലോകത്തിൽ ജീവിക്കുക. അതിനാണ് പാരാസൈറ്റ് എന്ന് പറയുക. അത് ഈ മിത്രാവരുണിമാരുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തുടർച്ചയായിട്ട് ഈ വസിഷ്ഠൻ മിത്രാവരുണിമാർ കഴിക്കുന്നത് അതിൽ പങ്കുകൊള്ളുക, കഴിക്കുക. മിത്രാവരുണിമാർ കാണുമ്പോൾ കാണുക, മിത്രാവരുണിമാർ കേൾക്കുമ്പോൾ കേൾക്കുക. ഇങ്ങനെ മിത്രാവരുണിമാരിൽ എപ്പോഴും അത് ഈ മിത്രാവരുണിമാർക്ക് എന്തുണ്ടായി വിഷമം സൃഷ്ടിച്ചു. വസിഷ്ഠൻ മാത്രമല്ല, ആ മിത്രാവരുണിമാരിൽ ആ സമയത്ത് അഗസ്ത്യനും ഇതേ രീതിയിൽ ഉണ്ടായിരുന്നു എന്നാണ്. അതോടുകൂടി മിത്രാവരുണിമാർ എന്ത് ചെയ്യും എന്നൊക്കെ കരുതിക്കൊണ്ട് ആശ്രമത്തിലിരിക്കണം. മിത്രാവരുണിമാരുടെ ആശ്രമത്തിലേക്ക് ഉർവശി കയറി വന്നു എന്നാണ്. ഉർവശി ആശ്രമത്തിൽ കയറി വന്നപ്പോൾ മിത്രാവരുണിമാർക്ക് ഉർവശിയോട് വലിയ താല്പര്യമായി, അപ്സരസ്സായതുകൊണ്ട്. അങ്ങനെയുള്ള ഉർവശിയെ കണ്ട, അപ്സരസ്സുകളെ കണ്ട് ഈ മിത്രാവരുണിമാരുടേതായ രേതസ് സ്കലിച്ചു, രേതസ് വീണു എന്നാണ്. അത് ഒരു പാത്രത്തിലായിട്ട്, ഒരു കുംഭത്തിലായിട്ട് വീണു. അങ്ങനെ ഈ പാത്രത്തിലായിക്കൊണ്ട് ഈ രേതസ് വീണ വഴി ഈ വസിഷ്ഠൻ അതിലേക്ക് ചാടിക്കയറിയിരുന്നു എന്നാണ്. ഒപ്പം തന്നെ അത് കണ്ടതായ അഗസ്ത്യനും. അങ്ങനെ രണ്ടുപേരും ഒരു കുംഭത്തിനകത്ത് കുറച്ച് കാലം കഴിഞ്ഞു. ഒരു പ്രത്യേക സമയം കഴിഞ്ഞപ്പോൾ ഈ കുംഭം പൊട്ടി അതിൽ നിന്ന് ഈ രണ്ടുപേരും പുതിയ ശരീരങ്ങളുമായിട്ട് വന്നു. അങ്ങനെയാണ് രണ്ടുപേർക്കും ഈ പേര് വന്നു. എന്ത്? കുംഭസംഭവൻ എന്ന്. മിത്രാവരുണിയുടെ ശരീരത്തിൽ നിന്ന് മാറി പിന്നീട് കുംഭത്തിലിരുന്ന് ഈ പറഞ്ഞതായ വസിഷ്ഠനും പുതിയ ശരീരം കിട്ടി. അതുപോലെ തന്നെ ആർക്കാ കിട്ടിയത്? അഗസ്ത്യനും കിട്ടി. അങ്ങനെ രണ്ട് മഹർഷിമാർക്ക് ശരീരമായിട്ട് തീർന്നു. മിത്രാവരുണിമാരുടേതായ ഈ ശരീരം എന്ന ഒരു വസ്തുത പറഞ്ഞതിൻ്റെ കാര്യം, ശരീരമില്ലാതെയും ശരീരത്തോടുകൂടിയും ഉള്ള അനുഭവങ്ങൾ അടിസ്ഥാനമായിട്ട് മനസ്സിൽ നടക്കുന്നതാണ് എന്നാണ്. മനസ്സിൻ്റെ തലത്തിലാണ് ഈ അനുഭവങ്ങളൊക്കെ. മനസ്സ് അതാത് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ എന്തില്ല, ആ വസ്തുതകൾ മനസ്സ് അവിടെ ഇല്ലെങ്കിൽ അറിയില്ല. മനസ്സിൻ്റെതായ സാന്നിധ്യമാണ്. സീരിയലൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി സീരിയലൊക്കെ കാണുമ്പോൾ രാത്രി 7 മണിക്ക് അടിച്ചാലും ആ വീട്ടിലെ പഴയ ലണ്ടൻ ക്ലോക്ക് അതടിച്ചാലും അറിയുന്നില്ല ഈ അമ്മ. പിന്നെ ആ പറയുന്നത്, അയ്യോ 8 മണിയായോ, എന്താ ഈ വാച്ച് അടിച്ചില്ല. വാച്ചടിക്കുകയൊക്കെ ചെയ്തു. അടുത്ത വീട്ടുകാർ പോലും അതുകൊണ്ട് ഉണർന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട് ചിലവരുടെ വാച്ചുകാരൻ അടുത്ത വീട്ടുകാർക്ക് ഉറക്കമുണ്ടാവില്ല. രാവിലെ 4 മണിക്ക്. ഇപ്പോൾ വാച്ചല്ല, അപ്പോൾ ചിലവർ എന്ത് ചെയ്യും, ആ മൊബൈലിൽ എന്തോ ഒരു ഭയങ്കര ശബ്ദം ഉണ്ടാക്കി വെച്ച് കിടക്കും. നാട്ടുകാരും ഉടനും, അവരൊട്ടും ഉടലുമില്ല. അവർ വന്ന് ഓർമ്മപ്പെടുത്തും ദിവസവും. തലേ ദിവസം തന്നെ രാത്രിയാകുമ്പോൾ ഒന്നത് ഓഫ് ചെയ്ത് വെക്കും, ഞങ്ങൾ ഉറങ്ങുകയാണ് കേട്ടോ വന്നു. അങ്ങനെയുണ്ട്. എൻ്റെ ഇപ്പോഴൊക്കെ ഈ പാരായണത്തിനൊക്കെ വരുന്ന സമയത്ത്, ഒപ്പം പാരായണത്തിനും പൂജയ്ക്കൊക്കെ വരുന്ന ചില മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, അവർ 3 മണിക്ക് തന്നെ ഈ അലാറം വയ്ക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒരേ റൂമിലോ പെട്ടെന്ന് 3 മണിക്ക് അലാറം, അല്ലെങ്കിൽ ഉറങ്ങാൻ പകുതിയാണ്. അപ്പോഴാണ് ഈ 3 മണിക്ക് അലാറം ഉണർന്നു. എന്നാലും അപ്പോൾ ആളെ വിളിച്ചോണത്ത് അയാൾ ഉണരണമൊന്നുമില്ല, അത് അലാറം അടിച്ചു ഉണരൂ. അപ്പോൾ അയാൾ ഉണർന്നത്, നാരായണേട്ടൻ ഉണർന്നില്ലേ, ഉണരാൻ ഇനി എന്നെ ആ സൗകര്യത്തിൽ വിളിച്ചോളൂ, 5 മണിക്ക് വിളിച്ചാൽ മതി അയാൾ. അപ്പോൾ അയാളെ 5 മണിക്ക് വിളിക്കാൻ വേണ്ടി എന്നെ ഉണർത്താനാണ് ഈ അലാറം വെക്കുന്നത്. ഇങ്ങനെ ചിലവർ അലാറം ഉണ്ട്, അയാൾക്ക് ഉണരാനും എഴുതിയ ആൾക്കാരും വേണ്ടിയല്ല. അപ്പം അതാണ് ഈ പറഞ്ഞ വസ്തുത. ഒരു ശരീരത്തിൽ നിന്നുകൊണ്ടും ശരീരമില്ലാതെയും ഉള്ളതായ അനുഭവങ്ങളുടെ തലം പറയാനായിട്ടുണ്ട്. പിന്നീട് അതേ സൂര്യവംശത്തിൽ തന്നെ പ്രസിദ്ധനായ വേറെ ഒരു ചക്രവർത്തിയായിരുന്നു ശരിയാതി. സാധാരണ ക്ഷത്രിയന്മാർക്ക് വേദം എന്തില്ല, വേദാധികാരമില്ല. വേദം പാടില്ല എന്നല്ല, അവർക്ക് അതിനുള്ളതായ എന്തില്ല, താല്പര്യം ഉണ്ടാവാറില്ല. കാരണം വേദമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേദത്തിൻ്റെ അടിസ്ഥാനം എല്ലാം ഒന്നാണ്. ഏകം സദ്വിപ്രാ ബഹുധാവദന്തി എന്നാണ്.
എല്ലാം ഒന്നാണ് എന്നുള്ളതായ ഒരു അറിവിലേക്കാണ് വേദം പഠിക്കുന്ന ആളെത്തുന്നത്. പക്ഷെ ക്ഷത്രിയനായിട്ടുള്ള ഒരാൾക്ക് അത് പറ്റില്ല. കാരണം ക്ഷത്രിയനായിട്ടുള്ള ഒരാൾക്ക് രാജ്യം ഭരിക്കണം, ശത്രുക്കളെ എതിരിടണം ഒക്കെ. അതുകൊണ്ട് എല്ലാം ഒന്നാണ് എന്നറിയുന്ന ഒരാൾക്ക് ആരില്ല, ശത്രുവുമില്ല, മിത്രവുമില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ വയ്യ, ക്ഷത്രിയനായിട്ട് രാജ്യം ഭരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ക്ഷത്രിയന്മാർക്ക് വേദാധികാരമില്ല. പക്ഷേ ശരിയാതി വേദം പഠിച്ചു. അങ്ങനെ വേദമൊക്കെ വളരെ ഗഹനമായിട്ട് പഠിച്ചതോടുകൂടി ശരിയാതിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചു കാലം രാജ്യം ഭരിക്കും. അതിനിടയ്ക്കൊക്കെ സത്സംഗത്തിന് പോകണം, ആശ്രമത്തിൽ പോകണം എന്നൊക്കെ താല്പര്യമുണ്ടായി. അങ്ങനെ ഒരിക്കൽ ശവന മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു. ഈ സത്സംഗത്തിൻ്റെ മഹത്വം അറിയുന്നത് കൊണ്ട് ഈ ശരിയാതി സത്സംഗത്തിന് പോകുമ്പോഴൊക്കെ ശരിയാതിയുടെ പുത്രിയെയും ഒപ്പം കൊണ്ടുപോകുമെന്ന്. ശരിയാതിയുടെ പുത്രിയുടെ പേരായിരുന്നു സുകന്യ. സുകന്യയുമായിട്ടാണ് ശവനന്റെ ആശ്രമത്തിൽ ചെന്നത്. അവിടെ ചെന്ന സമയത്ത് ശവന മഹർഷിയെ നോക്കിയപ്പോൾ കണ്ടില്ല. ശവന മഹർഷിയെ അന്വേഷിച്ച് ശരിയാതി ആശ്രമത്തിൽ പരതി നടക്കുമ്പോഴാണ് സുകന്യ ആശ്രമത്തിൽ കളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കളിക്കുന്ന സമയത്ത് ആശ്രമത്തിലൊരു ഭാഗത്തായിക്കൊണ്ട് മൺപുറ്റിൻ്റെതായ രീതി കണ്ടു. ഉടനെ തന്നെ സുകന്യ ആ മൺപുറ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് വെളിച്ചം വരണു ആ മൺപുറ്റിൽ നിന്ന്. അങ്ങനെ വെളിച്ചം വരുന്നത് കണ്ടപ്പോൾ സുകന്യയ്ക്ക് എന്തെന്നില്ലാത്ത കൗതുകമുണ്ടായി. ഉടനെ ആശ്രമ പരിസരത്തുള്ളതായ ഒരു മുള്ളെടുത്ത് ഈ വെളിച്ചം വരുന്നതിലൊക്കെ കുത്തി. അതോടുകൂടി വെളിച്ചം വരവൊക്കെ നിന്നു. അവിടുന്ന് ചോര വരാൻ തുടങ്ങി. അതോടുകൂടി സുകന്യ ഉറക്കം നിലവിളിച്ചു. സുകന്യയുടെ നിലവിളി കേട്ട് ശരിയാതി ഓടി വന്ന് മണ്ണൊക്കെ മാറ്റി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ, ശവന മഹർഷി തപസ്സിനിരുന്നത്. തപസ്സിന്റെ മൂർധന്യത്തിൽ ചുറ്റുപാടും ഈ ഉറുമ്പുകൾ വന്ന് മൺപുറ്റു കൂട്ടിയതൊന്നും ശവന മഹർഷി അറിഞ്ഞില്ല. പിന്നെ ശവന മഹർഷിയുടെ കണ്ണിൽ നിന്ന് വരുന്നതായ പ്രകാശമാണ് ഈ സുകന്യ കുത്തിപ്പൊട്ടിച്ചത്. അതോടുകൂടി രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിപ്പെട്ട് ചോര ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ശവന മഹർഷിയെയാണ് ശരിയാതി കണ്ടത്. ശരിയാതി കാര്യങ്ങൾ മനസ്സിലായപ്പോൾ വീണ് നമസ്കരിച്ച് പറഞ്ഞു, മഹർഷിയെ ശവിക്കരുത്, ഞങ്ങളുടെ കുലത്തിനെ ശവിക്കരുത് എന്നൊക്കെ. ശവന മഹർഷി പറഞ്ഞു, ശവിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, രണ്ട് കണ്ണും പോയി. ഇനി ഇതിനൊരു പ്രതിവിധി എന്തെങ്കിലും വേണം പ്രായോഗികമായിട്ടുള്ള പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ, ഈ സുകന്യയുടെ ഒപ്പം എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ, കണ്ണില്ലാത്ത ഞാനെങ്ങനെ കഴിയും? എപ്പോഴും ഒരു തെറ്റുപറ്റിയാൽ അതിന് പ്രതിവിധി എന്താണ് എന്ന് കൂടി നിർദ്ദേശിക്കാൻ സാധിക്കണമെന്ന്. ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലൊക്കെ, ഈ സപ്താഹത്തിന് കുറേ പേര് താഴത്തിരിക്കും, കുറേ പേര് കസേരയിലിരിക്കും. അപ്പൊ ഈ ഉച്ചയ്ക്ക് ആഹാരത്തിനൊക്കെ നിർത്തുമ്പോൾ ഈ ആഹാരം കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള തിരക്കിൽ ഈ കസേരയിലിരിക്കുന്നവർ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടും. അപ്പോൾ ഈ താഴത്തിരിക്കുന്നവരെയൊക്കെ ചവിട്ടിയ ഉടനെ സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ ഓടും. ഇതിലെന്താ സംഭവിച്ചതെന്നാണെങ്കിൽ കൈയും കാലം വേഗം നോക്കുമ്പോഴേക്കും സോറി പറയലും കഴിഞ്ഞു, പോകലും കഴിഞ്ഞു. അങ്ങനെ സോറി എന്ന് പറഞ്ഞാൽ ചവിട്ട് കൊണ്ടാണല്ലോ വേദന പോകും. അങ്ങനെയാണ് ആൾക്കാരുടെ ഒരു രീതി. ഞാൻ സോറി പറഞ്ഞില്ലേ എന്നാലോചിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ സോറി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് സുകന്യയെ ശുശ്രൂഷയ്ക്കായിക്കൊണ്ട് അവിടെ നിർത്തി ശരിയായി പോയി. സുകന്യയാണെങ്കിലോ ഈ ശവന മഹർഷിയെ വളരെ താല്പര്യത്തോടു കൂടി ശുശ്രൂഷിച്ചു. അങ്ങനെ ശവന മഹർഷിയുടേതായ മനസ്സിൽ സുകന്യ സ്ഥാനം പിടിച്ചു. ശവന മഹർഷി അത്ഭുതപ്പെട്ടു. രാജകുമാരി, കൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജകുമാരി തൻ്റെ ഈ ആശ്രമത്തിൽ വന്ന് തന്നെ ശുശ്രൂഷിക്കണം. അതുകൊണ്ട് സുകന്യയോട് പറഞ്ഞു, എനിക്ക് ശവന മഹർഷി പറഞ്ഞു, ഞാൻ തപസ്വി ആയതുകൊണ്ട് പല സിദ്ധികളുമുണ്ട്, പല കഴിവുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്താണ് ആഗ്രഹമെങ്കിൽ അത് ഞാൻ സാധിച്ചു തരാം. അപ്പോഴാണ് സുകന്യ ശവന മഹർഷിയോട് പറഞ്ഞത്. സുകന്യ പറഞ്ഞു, ശവന മഹർഷിയെ അങ്ങ് ഞാൻ ഒരു ഭർത്താവിനെ പോലെയാണ് കാണുന്നത്. വിവാഹം കഴിഞ്ഞ ആദ്യകാലത്തൊക്കെ ഈ ഭാര്യ ആയിട്ടുള്ള ആ വ്യക്തിക്ക് തൻ്റെ ഭർത്താവ് ലോകത്തിലുള്ള ആളുകളൊക്കെ സുന്ദരനാണ്, കേമനാണ് എന്ന രീതിയിൽ പറയുന്നതാണ് ഇഷ്ടം. ആദ്യകാലത്തെന്ന് പ്രത്യേകം പറഞ്ഞു. അത് വേറൊരു സ്ത്രീ പറയണ കേട്ടാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യകാലത്ത് എന്ന് പറയാം, നിങ്ങളുടെ ഭർത്താവ് വളരെ സുന്ദരനാണ് കേട്ടോ എന്ന് ഒരു സ്ത്രീ വേറൊരു സ്ത്രീ പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങ് വളരെ സൗന്ദര്യമുള്ള യൗവനയുക്തനായ ഒരു വ്യക്തിയാവണം. ഈ പറഞ്ഞ തപസ്സും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങ് ഇങ്ങനെ ക്ഷീണിച്ച് അവശനായി ഇരിക്കരുത് എന്നാണ്. അങ്ങനെ സുകന്യയുടെ ആവശ്യപ്രകാരം ശവന മഹർഷി അശ്വനീ ദേവന്മാരെ സ്മരിച്ചു.
ദേവന്മാരുടെയൊക്കെ ഡോക്ടർമാർ, വൈദ്യന്മാരാണ് അത്ര അശ്വിനി ദേവന്മാർ. അങ്ങനെ അശ്വിനി ദേവന്മാർ നിന്നും സൗന്ദര്യമുണ്ടാവാനുള്ള, യൗവനമുണ്ടാവാനുള്ള മാർഗമൊക്കെ ഈ ച്യവനപക്ഷി അന്വേഷിച്ചു, ആരാഞ്ഞു. അപ്പോഴാണ് അവിടെയുള്ളതായ ഒരു പൊയ്കയിൽ ഈ ച്യവനപക്ഷിയും അശ്വിനി ദേവന്മാരും മുങ്ങി കരയ്ക്ക് കയറുമ്പോൾ 3 പേരും തേജസ്വികളായ യൗവനയുക്തരായ രാജകുമാരന്മാരെ പോലെ ഉണ്ടായിരുന്നു. അശ്വിനി ദേവന്മാർ പറഞ്ഞു, ഈ പറഞ്ഞതായ സുകന്യയോട് ഒരാളെ തിരഞ്ഞെടുത്തോളൂ. സുകന്യയ്ക്ക് നോക്കുമ്പോൾ 3 പേരെയും കണ്ടാൽ അറിയുന്നില്ല, ഒരേപോലെയുണ്ട്. എങ്കിലും സുകന്യ പാർവതീ ദേവിയെ സ്മരിച്ചു. ഉപാസനാമൂർത്തിയായ പാർവതി അപ്പോൾ ഈ സുകന്യയുടെ മനസ്സിൽ ഒരു പ്രത്യേക ചിന്തയുണ്ടാക്കി. അതുകൊണ്ട് സുകന്യ ഈ കുളിച്ച് കടവിൽ നിൽക്കുന്നതായ ആ 3 പേരോടും തൻ്റെ അടുത്തേക്ക് നടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ 3 പേരും നടന്നു വരുമ്പോഴാണ് സുകന്യ ശ്രദ്ധിച്ചപ്പോൾ അതിൽ 2 പേര് ഭൂമിയിൽ കാല് തൊടാതെ, ഭൂസ്പർശമില്ലാതെയാണ് നടക്കുന്നത്. കാരണം ദേവന്മാർക്ക് ഭൂസ്പർശമില്ല. ഭൂമി മീഥിനി എന്ന് പറയും. മധുകേടവന്മാരുടെ ശവശരീരമായതുകൊണ്ട് ഭൂമിക്ക് പൊതുവെ ശുദ്ധിയില്ല. അതുകൊണ്ട് ദേവന്മാർ ഭൂമിയിൽ സ്പർശിക്കാറില്ല എന്നാണ്. അപ്പോൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് കാല് വെച്ച് വരുന്നതാണ് ച്യവനൻ എന്നുള്ള നിലയ്ക്ക് ഈ സുകന്യ ച്യവനമഹർഷിയെ തന്നെ സ്വീകരിച്ചു. ച്യവനമഹർഷിയിൽ നിന്ന് നിത്യയൗവനം നിലനിർത്താനുള്ളതായ മരുന്നും മന്ത്രവുമൊക്കെ ഈ സുകന്യ അഭ്യസിച്ചു എന്നാണ്. അങ്ങനെയാണ് സുകന്യയിൽ കൂടെയാണ് പിന്നീട് ആര് പ്രസിദ്ധമായത്? ച്യവനൻ അതാണ് പറഞ്ഞു വന്നത്. ച്യവന മഹർഷിയാണ് തപസ് ചെയ്തത്, ശക്തനൊക്കെ ആയിരുന്നു. പക്ഷെ ലോകം ച്യവന മഹർഷി അറിയുന്നത് ആരിൽ കൂടെയാ ചോദിച്ചാൽ ഈ സുകന്യ പറഞ്ഞു വരുത്തിയതായ ച്യവനപ്രാശത്തിൽ കൂടെ. ച്യവനെ പലരും അറിഞ്ഞില്ലെങ്കിലും ച്യവനപ്രാശം അതിൽ നെല്ലിക്കയും പിന്നെ മന്ത്രവുമായിരുന്നു. മന്ത്രം പണ്ടേ നഷ്ടപ്പെട്ടു. നെല്ലിക്ക ഇപ്പോൾ കാലത്ത് എന്തില്ല, ഇത്രയൊന്നും നെല്ലിക്ക കിട്ടാനില്ല. 10,000-കണക്കിന് ഡെപ്പിയാണ് ഓരോ ദിവസവും ആയുർവേദക്കാർ മത്സരിച്ച് ഈ ച്യവനപ്രാശം ഉണ്ടാക്കണം. അപ്പം അതിലൊക്കെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും എന്ത്, ഇറ്റ് കണ്ടെയ്ൻസ് എന്താ നെല്ലിക്കല്ല അമല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതും. അപ്പം പറഞ്ഞ വസ്തുത, ഈ ച്യവനമഹർഷി തനിക്ക് ഈ ഉപകാരം ചെയ്തിരുന്ന അശ്വിനി ദേവന്മാർക്ക് യജ്ഞഭാഗം കൊടുക്കാൻ തീരുമാനിച്ചു. അശ്വിനി ദേവന്മാർ വൈദ്യന്മാരായതുകൊണ്ട് അവർക്ക് പതിത്വമുണ്ടായി. ഇന്ദ്രൻ അവരെ ദേവന്മാരുടെ കൂട്ടത്ത് കൂട്ടിയിരുന്നില്ല. ദേവന്മാരൊക്കെ ഇരിക്കുന്ന യാഗസ്ഥലത്തേക്കൊന്നും ആരും പ്രവേശനമുണ്ടായിരുന്നില്ല. ഈ ദേവന്മാർ എന്ന പേരേ ഉള്ളൂ. ഇവർക്ക് അശ്വിനി ദേവന്മാർക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് കാരണം രോഗാണുക്കളൊക്കെ ചികിത്സിക്കുന്ന ആളുകളിലൊക്കെ രോഗാണുക്കൾ ഉണ്ടാവും എന്നതോ ഉണ്ടാവാം. എന്തായാലും ഈ പറഞ്ഞതായ അശ്വിനി ദേവന്മാർക്ക് യാഗം ചെയ്യുന്ന സമയത്ത് സ്ഥലത്ത് വരാം എന്നായി ച്യവനൻ. അതിനായിക്കൊണ്ട് ശരിയാതിയെ കൊണ്ട് യാഗം ചെയ്യിച്ച് യജ്ഞഭാഗം കൊടുക്കാനായിട്ട് നിന്നപ്പോൾ ഇന്ദ്രൻ കോപിച്ചു വന്നു. ഞാൻ പറഞ്ഞതിനെ എതിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഈ ച്യവന മഹർഷിയെ വെട്ടാനായിക്കൊണ്ട് വജ്രായുധം ഓങ്ങിയെന്ന്. അങ്ങനെ വജ്രായുധവും കയ്യോങ്ങിയ സമയത്ത് പെട്ടെന്ന് ച്യവനൻ സ്തംഭന മന്ത്രം ചൊല്ലി. അതോടുകൂടി ഈ പറഞ്ഞതായ ഇന്ദ്രന്റെ കയ്യ് ആ ആയുധത്തോടുകൂടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഈ ആയുധം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതായ ഒരു രീതി ആർക്കുണ്ടായതായി ചോദിച്ചാൽ ആർക്കുണ്ടായതാണ്? ഇന്ദ്രനുണ്ടായതാണ്. ഇന്ദ്രൻ ആ കൈ താഴത്ത് വരാൻ പറ്റാതെ വിഷമിച്ച് ദുഃഖിച്ച് അവസാനം ബ്രഹ്മാവിനെ വിളിച്ചു കരഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ച്യവനനോട് തന്നെ എന്തു വിചാരിക്കൂ, മാപ്പ് പറയും. അങ്ങനെ ച്യവന മഹർഷിയോട് മാപ്പ് പറഞ്ഞിട്ടാണത്ര പിന്നീട് ഇന്ദ്രൻ ആ കൈ പ്രയോഗിക്കാൻ സാധിച്ചത്. അങ്ങനെ ഈ ച്യവനന്റെയും സുകന്യയുടെയും ചരിത്രത്തിൽ നിന്ന് പറഞ്ഞ വസ്തുതകൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പൊതുവെ നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുള്ളതായ വാക്കുകളാണ്. പഴഞ്ചൊല്ലി എന്തില്ല പറയും? ബദലില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ തെറ്റില്ല. അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞു വരുന്നൊരു പഴഞ്ചൊല്ലാണ് എന്ത്? ബ്രഹ്മനും തടുക്കില്ല എന്ന് പറയും. അതിൻ്റെ ആദ്യത്തെ വരി എനിക്ക് വരുന്നില്ല. അതവിടെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ആചാര്യനെക്കാട്ടിലും ഇത് ഏത് ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കണമെന്നൊന്നും ആർക്കും വേണ്ട. ഒരു അല്ലാതെ ഇപ്പൊ പെണ്ണൊരുങ്ങിയാൽ ബ്രഹ്മൻ എന്തെടുക്കില്ല ഇല്ലേ? കാരണം ച്യവന മഹർഷി തപസ്സൊക്കെ ചെയ്ത് ശരീരം പോലും മറന്നുപോയ വ്യക്തിയാണ്. ശാരീരികമായിട്ടൊരു വ്യക്തിത്വമേ അല്ല. അങ്ങനെയുള്ള ച്യവന മഹർഷിയാണ് ഈ സുകന്യ എന്ത് ചെയ്തത്? യൗവനയുക്തനായ രാജകുമാരനെ പോലെ ശരീരമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയെടുത്തു എന്ന്. അങ്ങനെ വലിയ തപസ്വിയായ ച്യവനൻ
സുകന്യയൊക്കെ സ്വീകരിച്ച സമയത്ത് ശവന മഹർഷി കരുതി കാണും കാലം കൊണ്ട് സുകന്യ തന്നെ പോലെ വലിയ തപസ്വിനിയായിട്ടുള്ള യോഗിനിയായിട്ടൊക്കെ തീരുന്നു. പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ല. സംഭവിച്ചത് എങ്ങനെയാണ്? അപ്പം അതുകൊണ്ടാണ് ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാറ്റങ്ങൾ ഒപ്പം നിൽക്കുന്ന ആളുകളിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കാനുള്ളതായ സാധ്യതയുണ്ട് പലപ്പോഴും എന്നാണ്. അങ്ങനെയാണ് ശവന മഹർഷിക്ക് ഈ പറഞ്ഞതായ സുകന്യയുടെ രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് തീരേണ്ടി വന്നു. സുകന്യയ്ക്കാണെങ്കിലോ വളരെ വിഷമകരമായ ഒരു കാലഘട്ടമായിരുന്നു. വളരെ വൃദ്ധനായ ഒരു വ്യക്തിയെ ഭർത്താവായിട്ട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ സുകന്യയ്ക്കാണെങ്കിലും ഒക്കെ ദുഃഖകരമായിരുന്നു. പക്ഷെ അത്രയും മോശമായ ദുഃഖകരമായ ഒരവസ്ഥയിൽ നിന്ന് സുകന്യ എന്ത് ചെയ്തു? തൻ്റെ പ്രയത്നം കൊണ്ട് അതിനെ അതിജീവിച്ചു എന്ന് മാത്രമല്ല ഏറ്റവും മഹത്തായ ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഏത് വിഷമകരമായ അവസ്ഥയിലും എന്തുണ്ട്? അതിൽ വലുതായ ഒരു വിജയ സാധ്യത ഒളിഞ്ഞിരിക്കുന്നു എന്നൊരു മഹത്തായ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പോഴൊക്കെ എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും ആ വിഷമത്തിലൊക്കെ എന്തുണ്ട്? നമ്മൾക്ക് വളരാനും ഉയരാനും അനുഗ്രഹം നേടാനുമുള്ളതായ എന്തോ ഒരു കാഴ്ച വസ്തുവിശേഷം അതിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആൾക്ക് എപ്പോഴും ഈ വിഷമഘട്ടങ്ങളൊക്കെ വളർച്ചയുടെ ഭാഗമായിട്ട് കാണാൻ പറ്റും, ഈശ്വരൻ്റെ സാന്നിധ്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ബുദ്ധിദേവി അത് എടുത്തു പറഞ്ഞത്. എന്ത്? വിപദസ്സന്ധ്വനശ്വർ തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യസ്യാൽ അപുനർഭവ ദർശനം. ഈ വിഷമഘട്ടങ്ങൾ ആണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം. അതുകൊണ്ട് വിഷമഘട്ടങ്ങളിലൊക്കെ ഭഗവാനെ അങ്ങയെ കാണാനായിട്ട് എനിക്ക് സാധിക്കണം എന്ന് കുന്തിദേവി അവിടെ എടുത്തു പറയുന്നുണ്ട്. ജീവിതത്തിൽ വിഷമം വരണോ, വിഷമം വന്നാലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചോടേണ്ട ആവശ്യമില്ല. വിഷമങ്ങൾ വന്നാലും അതിലെന്തുണ്ട്? ജീവിതത്തിൻ്റെ വിജയ സാധ്യതകൾ അതിലുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി പറഞ്ഞു. ഇനി വരുന്നതായ ചരിത്രങ്ങളൊക്കെ നമുക്ക് നാളെ വിശദമായിട്ട് കാണാം. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തുളസി പൂജ, തുലയാം ലവതി എന്നാണ്. ഒരു തരത്തിലും തുലനം ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ് അതിന് തുളസി എന്ന പേര് പറഞ്ഞത്. ഒരു വസ്തുവുമായിട്ട് എന്ത് ചെയ്യാൻ വയ്യ? തുലനം ചെയ്യാൻ വയ്യ. അത്രയും ഗുണമുള്ളതാണ് അത്രയും തുളസി. അങ്ങനെയുള്ളതായ തുളസിയെ പൂജിക്കുന്നത് മഹത്തരമാണ്. ആ തുളസിയുടേതായ വൃത്താന്തം പറഞ്ഞ് നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തുളസി പൂജ ചെയ്യും. ആ സമയത്ത് പൂജിച്ച തുളസി ചെടികൾ വീട്ടിലേക്ക് ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആളുകൾ, രോഗനാശം ആണ് ഈ തുളസി പൂജ കൊണ്ട് ഉള്ള പ്രധാന ഉദ്ദേശം. അപ്പം അത് താല്പര്യമുള്ള ആളുകൾക്ക് ആ ചെടികൾ നേരത്തെ ബുക്ക് ചെയ്താൽ ഇവിടുന്ന് പൂജ കഴിഞ്ഞ് അത് പ്രസാദമായിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. വൈകുന്നേരം 5 മണിയോടുകൂടി ഭഗവത് സേവ, ലളിത സഹസ്രനാമത്തിൻ്റെതായ അർച്ചനയോടുകൂടിയുള്ള ഭഗവതി സേവയുണ്ടാകും. അതിനൊക്കെ പേര് കൊടുക്കുന്നവർ അഥവാ ഭഗവതി സേവയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ പുസ്തകമായിട്ട് വരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ സഹസ്രനാമം ചെല്ലൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പൂജയും അർച്ചനയൊക്കെ ഇവിടെ സ്റ്റേജിലാവും. അതുകൊണ്ട് വിളക്കും പൂവും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമഃ. ദീപാരാധന ചെയ്ത് നമുക്കിത് സമർപ്പിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമഃ. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവചരണയുഗം. ദുർഗാ ഭഗവതി ദുഃഖ വിനാശിനി ശരണം മേധവചരണയുഗം. ശ്രീ ജയശങ്കരി ശ്രീ ശിവശങ്കരി ശരണം മേധവചരണയുഗം. ശ്രീ പരമേശ്വരി രാജരാജേശ്വരി ശരണം മേധവചരണയുഗം. ശ്രീഹരസുന്ദരി ശ്രീ ശിവനന്ദിനി ശരണം മേധവചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേധവചരണയുഗം. ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേധവചരണയുഗം. ശ്രീ ഭുവനേശ്വരി രാജരാജേശ്വരി ശരണം മേധവചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേധവചരണയുഗം. രാധാകൃഷ്ണ മുകുന്ദ മുരാരേ ശരണം മേധവചരണയുഗം. കായം കൊണ്ടു വിതച്ചതും പുനരഹോ വാക്ചേതസാകർമ്മണ. കയ്യാൽ കർണയുഗങ്ങളാൽ അനുദിനം നേത്രങ്ങളാൽ കാൽകളാൽ ഞാനറിയാതെയും പരിചിനോടൊട്ടൊട്ടറിഞ്ഞും ശിവേ
ചെയ്തുള്ളോരപരാധമൊക്കെയുടനെ സംയക്ഷമസ്വംബികെ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പക്ഷേ നിങ്ങൾ തിരക്ക് കൂട്ടാതെ പ്രസാദങ്ങൾ സ്വീകരിച്ചു പോകാൻ താല്പര്യപ്പെടുന്നു.